ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ടെൻസിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 ക്ലാസ്സുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ടിട്ടുണ്ട്, കണ്ടേക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നലെ ഏത് ടെൻസാണ് നമ്മൾ പഠിച്ചത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റിന്റെ രണ്ടാമത്തെ ഫോമായ പ്രസന്റ് കണ്ടിന്യൂസും മൂന്നാമത്തെ ഫോമായ പ്രസന്റ് പെർഫെക്റ്റും ആണ്. ഓക്കെ, അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഇന്നത്തെ ടോപ്പിക്. ശ്രദ്ധിച്ചിരുന്നോളൂ. റൂൾസ് എന്താണ്, ഫോർമുല എന്താണ്, കീവേഡ്സ് എന്താണ് എന്നെല്ലാം കറക്റ്റായി നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണേ. ഫൈൻ. അപ്പം ആദ്യം നമുക്ക് പഠിക്കാം പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോർമുല ചാർട്ടിലോട്ട് ശ്രദ്ധിച്ചോളൂ. എന്താണ്? സബ്ജക്ട് പ്ലസ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് വെർബിന്റെ ING ഫോം ആൻഡ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ കൂടെ ആം ചേരുന്നത് ഐയുടെ കൂടെ മാത്രമാണ് എന്ന് മെൻഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ ആണ് സബ്ജക്റ്റ് എങ്കിലാണ് ആം എഴുതേണ്ടത്. സിംഗുലർ ആണെങ്കിൽ ഈസും, പ്ലൂറൽ ആണെങ്കിൽ ആറും ചേർക്കുക. അതിനോട് ചേർന്ന് വെർബിന്റെ ING ഫോം. പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കുമല്ലോ, സ്റ്റേറ്റീവ് വേർബ്സ് ING ഫോമായി ഇവിടെ ആഡ് ചെയ്യാൻ പാടില്ല. സ്റ്റേറ്റീവ് വേർബ്സ് അല്ലാത്ത ബാക്കിയുള്ള ING ഫോമുകളെല്ലാം നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫോർമുല. ഇനി ഇതിനെ നിങ്ങൾക്ക് നെഗറ്റീവ് സെൻസിലോട്ട് മാറ്റുന്നതിന് വേണ്ടി വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ ഓൾറെഡി ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടല്ലോ. സ്പ്ലിറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഫോർമുലയിൽ തന്നെ ഓൾറെഡി ഓക്സിലറി ഗിവൺ ആയതുകൊണ്ട് ആ ഓക്സിലറിയുടെ കൂടെ നോട്ട് ചേർത്ത് എഴുതിയാൽ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. ആം നോട്ട്, ഈസ് നോട്ട്, ആർ നോട്ട്. അതാണ് ഞാൻ ബ്രാക്കറ്റിനകത്ത് നോട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോർമുല സബ്ജക്ട് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വെർബിന്റെ ING ഫോം ആൻഡ് ഒബ്ജക്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്ന കീവേഡ്സ്, എന്തൊക്കെ വാക്കുകൾ കണ്ടാൽ നമുക്കത് പ്രസന്റ് കണ്ടിന്യൂസ് ആകും എന്നും മനസ്സിലാക്കുന്ന അഡ്വർബുകളായ കീവേഡ്സ് ആണ് താഴെ എഴുതിയിരിക്കുന്നത്. അതും ശ്രദ്ധിച്ചോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ വേർഡുകൾ കണ്ടാൽ ടെൻസ് ഏത് തന്നെയാണെന്ന് ഉറപ്പിക്കണം. പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ ആൻസർ എഴുതണമെന്ന് ഉറപ്പിക്കണം. അപ്പൊ ഏതൊക്കെയാണത്? നൗ, റൈറ്റ് നൗ, നൗ എ ഡേയ്സ്, ഡേ ബൈ ഡേ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, ടുഡേ, സ്റ്റിൽ, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഡേ ബൈ ഡേയും നൗ ഡേയ്സും റൈറ്റ് നൗവും നൗവും ടുഡേയും ഒക്കെ വന്നാൽ ആൻസർ എങ്ങനെയായിരിക്കണം? പ്രസന്റ് കണ്ടിന്യൂസിലായിരിക്കണം എന്ന് ഓർത്തോളൂ. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ കീവേഡ്സ്. ഇനി ഇതിനൊരു 3 റൂളുകളാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. ആദ്യത്തെ റൂളുകൾ ഓരോന്നായി ശ്രദ്ധിക്കുക. ആദ്യത്തെ റൂള്, ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന വാക്കിൽ തന്നെ ഉണ്ട് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിന്റെ ആദ്യത്തെ റൂൾ ഇങ്ങനെയാണ്: ഏതൊരു സംഭവം, ഏതൊരു പ്രവൃത്തിയും നമ്മൾ ഈ പറയുന്ന മൊമെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയുന്ന സമയത്ത് തുടരുന്നവ, അതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആദ്യത്തെ റൂള്. ആക്ഷൻ വിച്ച് ഇസ് കണ്ടിന്യൂയിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, ആക്ഷൻ വിച്ച് ഇസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെല്ലാം ഏതാ ടെൻസ്? പ്രസന്റ് കണ്ടിന്യൂസ്. ഞാനിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കണേ? ആം ടീച്ചിങ് നൗ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു ആർ സ്റ്റഡിയിങ്, വി ആർ ലേണിംഗ്, വി ആർ ലാഫിംഗ്, ഇറ്റ് ഈസ് റെയിനിങ്. ഇതെല്ലാം എന്ത് ടെൻസിന് ഉദാഹരണമാണ്? പ്രസന്റ് കണ്ടിന്യൂസിലെ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ആദ്യത്തെ റൂള് ക്ലിയർ ആയല്ലോ. ഇനി പ്രസന്റ് കണ്ടിന്യൂസിന്റെ രണ്ടാമത്തെ റൂൾ ഇങ്ങനെയാണ്: എ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ നിയർ ഫ്യൂച്ചർ. മനസ്സിലായോ? നമ്മൾ ഇന്നലെ സിമ്പിൾ പ്രസന്റിൽ ഒരു കാര്യം പറഞ്ഞു, ഒരു പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും, എന്നാൽ അത് ഡിസ്റ്റന്റ് ഫ്യൂച്ചറിൽ കുറച്ച് സമയം എടുത്ത് നടക്കുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ആണ്, ആക്ഷൻ വിൽ ടേക്കൺ പ്ലേസ് ഇൻ ഫ്യൂച്ചർ ആണ്. പക്ഷെ എങ്ങനത്തെ ഫ്യൂച്ചറാ? നിയർ ഫ്യൂച്ചർ, അടുത്ത് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് അടുത്ത് തന്നെ അത് സംഭവിക്കാൻ പോവുകയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ്. നേരത്തെ തീരുമാനിച്ചു വെച്ച് കുറച്ച് സമയം എടുത്ത് നടക്കാൻ പോവുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അപ്പൊ ഇവിടെ എന്താണ്? ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നിയർ ഫ്യൂച്ചറിൽ വരുന്ന പ്രവൃത്തി. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഹി ഈസ് ഗോയിങ് ടു മുംബൈ ടുമോറോ. ഹി ഈസ് ഗോയിങ്, ഈസ് ഗോയിങ്, ഹി സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ് ഗോയിങ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എപ്പോഴാ പുള്ളിക്കാരൻ പോണത്? ടുമോറോ, നാളെ. അപ്പൊ നിയർ ഫ്യൂച്ചർ അല്ലേ? നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസമാണല്ലോ. അപ്പൊ നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് കൊണ്ടാണ് അത് ഏത് ടെൻസിൽ എഴുതിയത്? പ്രസന്റ് കണ്ടിന്യൂസിൽ എഴുതിയത്. ഓക്കെ, ഇനി ഇതിന്റെ മൂന്നാമത്തെ റൂൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.
ഓക്കെ, ചില പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് അറിയുന്നില്ല. അത് നടക്കുന്നതൊന്നും നമുക്ക് പറയുന്നില്ല, പക്ഷെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ. എന്നാൽ അത് നമുക്ക് അറിയാത്തവയുമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ എഴുതാം. അതായത് ഞാൻ ഈ പറയുന്ന മൊമെന്റിൽ ഒരുപാട് ആൾക്കാർ ജനിക്കുകയും ഒരുപാട് ആൾക്കാർ മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിപ്പോ ഞാൻ അറിയുന്നുണ്ടോ എത്ര ആൾക്കാർ ജനിച്ചു എത്ര ആൾക്കാർ മരിച്ചു എന്ന് എനിക്ക് അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എന്നാൽ നമുക്കത് അറിയാത്തവയുമാണെങ്കിൽ, ആക്ഷൻ വിച്ച് ഇസ് ഗോയിങ് ഓൺ ബട്ട് വി കനോട്ട് സീ ദം, നമുക്കത് കാണാൻ പറ്റുന്നില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയേണ്ടത്. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. പോപ്പുലേഷൻ ഇസ് ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ. ജനസംഖ്യ ദിനംതോറും ദിനം പ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സാധാരണ നടക്കുന്നുണ്ട്, നമുക്ക് അറിയാത്തവയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും പ്രസന്റ് കണ്ടിന്യൂസിൽ പറഞ്ഞാൽ മതി. സോ പ്രസന്റ് കണ്ടിന്യൂസിന്റെ 3 റൂളുകളും മനസ്സിലായല്ലോ. പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ നടന്നതല്ലാട്ടോ, പറയുമ്പോ എന്തൊക്കെ നടക്കുന്നുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളും, ഓൾറെഡി പ്ലാൻ ചെയ്ത് നിയർ ഫ്യൂച്ചറിൽ അടുത്ത ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും, മൂന്നാമത്തേത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയും എന്നാൽ അത് നമുക്ക് അറിയാത്തവയുമായ കാര്യങ്ങൾ, നമുക്ക് ഇപ്പൊ നടക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഐഡിയ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിലും അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഇത്രയാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ റൂള്. സ്റ്റേറ്റീവ് വെർബ്സ് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റേറ്റീവ് വെർബ്സ് അല്ലാത്തവ യൂസ് ചെയ്യാം. സഞ്ജയ് എന്നോട് 2 ദിവസമായിട്ട് ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ആൻസർ ഞാൻ ഇന്ന് പറയുന്നുണ്ട് സഞ്ജയ്. ഓക്കെ, ഞാൻ ആക്ച്വലി വിചാരിച്ചത് ടെൻസ് മൊത്തം കഴിഞ്ഞ് പറഞ്ഞു തരാനാണ്. പക്ഷെ വേണ്ട സഞ്ജയ്, ഇനിയിപ്പോൾ അത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി പോകരുത്, ഇന്ന് ഞാൻ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ടെൻസ് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോർമുല ശ്രദ്ധിച്ചോളൂ. ചാർട്ടിലോട്ട് സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബിന്റെ V3 ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് ടെൻസുകളിലൊക്കെ വെർബ് ഏതായിരിക്കും? V3 ആയിരിക്കും വരിക എന്നല്ലേ. അപ്പൊ ഇവിടെ ഹാസോ ഹാവിന്റെ കൂടെ V3 എഴുതുന്നു. ഹാസ് എപ്പോഴാ യൂസ് ചെയ്യാ? സിംഗുലർ ആണെങ്കിൽ യൂസ് ചെയ്യണം. ഹാവ് എപ്പോഴാണ്? പ്ലൂറൽ, IVU പോലുള്ള പ്ലൂറലുകളുടെ കൂടെ ഹാവ്. ഹി ഷീറ്റിന്റെ കൂടെ ഹാസ് യൂസ് ചെയ്യാ. ഇനി നെഗറ്റീവിലോട്ട് ആക്കാൻ ഓക്സിലറി വെർബ് ഇവിടെ ഗിവൺ ആണ്. അപ്പൊ ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാവ് നോട്ട് എന്ന് എഴുതാ മതി. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമുല. ഇനി നമുക്ക് ഇതിന്റെ കീവേഡ്സ് നോക്കണ്ടേ? ഈ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റിലാണെന്ന് ഉറപ്പിച്ചോളൂ. ഓക്കെ, ഏതൊക്കെയാണ് നോക്കൂ. ജസ്റ്റ്, യെറ്റ്, ഓൾറെഡി, so far, ever, recently, since, for, this month, this year, this week അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഏത് ടെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു? പ്രസന്റ് പെർഫെക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. റീസെന്റ്, ഓൾറെഡി ഇതൊക്കെ എപ്പോഴും എക്സാമിന് കൂടുതൽ വരാറുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ 3 ടെൻസുകൾ പഠിച്ച കീവേഡ് നോക്കിയതിൽ ഒരു കീവേഡും തന്നെ ഒരു ടെൻസിൽ നിന്ന് മറ്റൊരു ടെൻസിലോട്ട് റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ടോ? ഇപ്പൊ യൂഷ്വലി, ഓൾവേസ് ഒക്കെ സിമ്പിൾ പ്രസന്റിൽ മാത്രമല്ലേ കണ്ടുള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസിൽ വേറെ അല്ലേ വന്നത്? എല്ലാ ടെൻസുകളിലും ഡിഫറെന്റ് കീവേഡ്സുകളാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. എന്നാൽ ഈ ടെൻസിലുള്ള സിൻസ് ആൻഡ് ഫോർ എന്ന 2 അഡ്വേർബ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അത് 3 ടെൻസുകളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ സിൻസും ഫോറും കണ്ടു കഴിഞ്ഞാൽ ചാടിക്കേറി ആൻസർ ചെയ്താൽ നിൽക്കരുത്. 3 ടെൻസിൽ വരുന്നവയായതുകൊണ്ട് അത് ഏത് എന്ന് വ്യക്തമായി നോക്കിയിട്ട് വേണം ആൻസർ ചെയ്താൻ. അപ്പൊ സിൻസും ഫോറും ഏതൊക്കെ ടെൻസിൽ വരുന്നു നോക്കിയാലോ? താഴെ ഞാൻ എഴുതിയിട്ടുണ്ട് സിൻസും ഫോറും ബ്രാക്കറ്റിനകത്ത്. ഏതില്ല? ഒരെണ്ണം നമ്മുടെ ഇത് പ്രസന്റ് പെർഫെക്റ്റ്, പിന്നെ 2 എണ്ണം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ടെൻസുകളിലാണ് കൂടുതലും സിൻസും ഫോറും കണ്ടുവരുന്നത് കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ആകാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ആകാം, പ്ലസ് പ്രസന്റ് പെർഫെക്റ്റിലും ആര് വരുന്നു? സിൻസും ഫോറും വരുന്നു എന്ന് പ്രത്യേകം ഓർത്തു വെച്ചോളൂ. ക്ലിയർ ആയല്ലോ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോർമുലയും കീവേഡ്സും പ്രത്യേകതയും? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെയും ഒരു 3 റൂളുകൾ പഠിക്കാനുണ്ട്. ഇതിന്റെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി പറയുന്ന സമയത്തിന്റെ തൊട്ട് മുൻപ് കംപ്ലീറ്റ് ആയത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരു കാര്യം പൂർത്തിയായി, ഒരു പ്രവൃത്തി പൂർത്തിയായി എങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റിലാണ്. ആക്ഷൻ വിച്ച് ഇസ് കംപ്ലീറ്റഡ് ജസ്റ്റ് ബിഫോർ ദ ടൈം ഓഫ് സ്പീക്കിംഗ് എന്നാണ് റൂള്. പറയുന്ന സമയത്തിന്റെ തൊട്ടു മുൻപായി ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആയാൽ അത് പ്രസന്റ് പെർഫെക്റ്റ്. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. അവൾ ഇപ്പോൾ പുറത്തു പോയി.
പുറത്ത് പോയി കഴിഞ്ഞു. ഓക്കെ, എപ്പോഴാ പോയേ? കുറച്ച് മുമ്പ്, ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഹാസ് എന്ന് സിംഗുലർ ആയതുകൊണ്ടാണ് ഉപയോഗിച്ചത്. ഗോൺ എന്നത് ഗോ, വെന്റ്, ഗോൺ, അതിന്റെ V3 ഫോം ആണ്. ഗോന്റെ V3 ആണ്. ഓക്കെ, അപ്പൊ പറയുന്ന സമയത്തിന്റെ തൊട്ട് മുൻപ് കംപ്ലീറ്റ് ആകുന്ന പ്രവൃത്തികൾ പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്നു. ഇനി പ്രസന്റ് പെർഫെക്റ്റിന്റെ രണ്ടാമത്തെ റൂൾ ശ്രദ്ധിച്ചോളൂ എന്താണെന്നുള്ളത്. ആക്ഷൻ വിച്ച് ഇസ് കംപ്ലീറ്റഡ് ബിഫോർ എക്സ്പെക്ടിങ് ടൈം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തിന്റെ മുൻപായി പൂർത്തിയാകുന്ന കാര്യങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കംപ്ലീറ്റ് ആയി എങ്കിൽ അതും നിങ്ങൾക്ക് പ്രസന്റ് പെർഫെക്റ്റിൽ എഴുതിയാൽ മതി. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ദേ ഹാവ് ഓൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ. അവർ ഓൾറെഡി എവിടെ നിന്ന് വിട്ടുപോയി? സ്റ്റേഷൻ വിട്ടുപോയിരിക്കുന്നു അല്ലെ. ഓൾറെഡി എന്ന അഡ്വർബ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്പെക്ടേഷന് മുൻപ് കഴിഞ്ഞു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹാവ് പ്ലൂറൽ ആണ്, അതേയുടെ കൂടെ ചേർക്കുന്നത്. ഇനി ലിവ് എന്ന വാക്കിന്റെ V3 ഫോം ആണ് ലെഫ്റ്റ്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് മുമ്പ് കംപ്ലീറ്റ് ആയാലും അതേത് ടെൻസിലായിരിക്കും വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റിലാണ് വരുന്നത്. ഇനി ഈ ടെൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ റൂൾ ഏതാണ് നോക്കാം കേട്ടോ. ആ മൂന്നാമത്തെ റൂളിൽ വളരെ പ്രത്യേകതയുണ്ട്. എക്സാമിന് കൂടുതൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അത് വരാറുണ്ട്. എന്താണെന്ന് ശ്രദ്ധിച്ചോളൂ. പാസ്റ്റ് ആക്ഷൻ വിത്തൗട്ട് മെൻഷനിങ് എക്സാക്ട് ടൈം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു, എന്നാൽ എപ്പോൾ കഴിഞ്ഞുപോയി എന്ന് വ്യക്തമായ സമയം തന്നിട്ടില്ല എങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റിലായിരിക്കും. കഴിഞ്ഞുപോയി എന്ന് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ, പക്ഷെ എപ്പോഴാണെന്ന് വ്യക്തമായ സമയം ഉണ്ടാവില്ല. അപ്പൊ പാസ്റ്റ് ആക്ഷൻ വിത്തൗട്ട് മെൻഷനിങ് എക്സാക്ട് ടൈം എന്നതാണ് റൂള് കേട്ടോ. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. വി ഹാവ് റീച്ച്ഡ് ദ മൂൺ. നമ്മൾ ചന്ദ്രനിൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെ. വി ഹാവ് റീച്ച്ഡ് ദ മൂൺ. എപ്പോൾ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്ന സമയം എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോ വ്യക്തമായ സമയമില്ലാതെ ഒരു പാസ്റ്റ് ആക്ഷൻ ആണ് പറയുന്നതെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ്. എന്നാൽ ഇതേ കാര്യം, ഇമ്പോർട്ടന്റ് ആയത് ഇതാണ്, ഇതേ കാര്യം ഒരു പാസ്റ്റ് ആക്ഷൻ ഇന്ന സമയം കഴിഞ്ഞു എന്ന് വ്യക്തമായ സമയം തന്നാൽ അത് സിമ്പിൾ പാസ്റ്റിലാണ് എഴുതേണ്ടത്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും V2 ഒബ്ജക്റ്റും. അത് നമ്മൾ ഇനി ടെൻസിൽ പഠിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാണ് കേട്ടോ. വ്യക്തമായ സമയത്തോടുകൂടെ ഒരു പാസ്റ്റ് ആക്ഷൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് ടെൻസ് എഴുതാവൂ? സിമ്പിൾ പാസ്റ്റ് എഴുതാവൂ. ഇന്നലെ കഴിഞ്ഞു, കഴിഞ്ഞ വർഷം കഴിഞ്ഞു, അല്ല ഇന്ന ഡേറ്റ്, ഇന്ന മാസം, ഇന്ന ദിവസം, വാട്ട് എവർ എക്സാക്റ്റ് ആയ ഒരു സമയം എടുത്ത് പറഞ്ഞാൽ അത് ടെൻസ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. അതേ എക്സാമ്പിൾ ഞാൻ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. എന്താണ്? വി റീച്ച്ഡ് ദ മൂൺ on 22nd October 2008 അല്ലെ. 22-ാം തീയതി ഒക്ടോബർ 2008 നമ്മൾ മൂണിൽ ലാൻഡ് ചെയ്തത്, റീച്ച് ചെയ്തത്. അപ്പോൾ വി റീച്ച്ഡ് ദ മൂൺ ഓൺ 22nd October 2008. അപ്പോൾ ഓൺ 22nd October 2008 എന്ന് വ്യക്തമായ സമയം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ സെന്റൻസിനെ മാറ്റി എഴുതി. എന്താ? വി റീച്ച്ഡ്. സബ്ജക്റ്റിന്റെ കൂടെ V2 റീച്ച്ഡ് എന്ന് ചേർത്തു. എന്നാൽ മേളത്തതിൽ സമയം ഇല്ലാത്തത് കൊണ്ട് വി ഹാവ് റീച്ച്ഡ് എന്ന് പ്രസന്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. ഇത് വളരെ ഓർത്തു വെക്കുക. പാസ്റ്റ് ആക്ഷൻ കൂടെ കൃത്യമായ സമയം തന്നാൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. കൃത്യമായ സമയം തരാത്ത പാസ്റ്റ് ആക്ഷൻ ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും എന്നത് ക്ലിയർ ആയല്ലോ. അപ്പോ സിമ്പിൾ പ്രസന്റ് നമ്മൾ ഇന്നലെ പഠിച്ചു. പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റും എന്ന് പഠിച്ചു. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോർമുല സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. കീവേഡുകൾ ജസ്റ്റ്, എറ്റ്, ഓൾറെഡി പോലുള്ളവ. ആൻഡ് 3 റൂളുകൾ പറയുന്ന സമയത്തിന് തൊട്ട് മുൻപ് കംപ്ലീറ്റ് ചെയ്തതും, 2 എക്സ്പെക്ടേഷന് മുൻപ് കംപ്ലീറ്റ് ആയതും, 3 പാസ്റ്റ് ആക്ഷന്റെ കൂടെ വ്യക്തമായ സമയം തരാത്തതുമാണ് പ്രസന്റ് പെർഫെക്റ്റുകൾ. വ്യക്തമായ സമയമുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റി എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 2 ടെൻസുകളെ കുറിച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സഞ്ജയ്, ആലപ്പുഴയിലെ സഞ്ജയുടെ ഡൗട്ട്. അവന്റെ ഡൗട്ട് ഇതായിരുന്നു, ടീച്ചർ സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസിൽ യൂസ് ചെയ്യുന്നില്ല, അത് സിമ്പിൾ പാസ്റ്റിൽ മാത്രമേ യൂസ് ചെയ്യാവോ എന്നാണ് ചോദ്യം. ഓക്കെ, ഈ സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത് 6 കണ്ടിന്യൂസ് ടെൻസിൽ വരരുത് എന്നൊരു നിയമം മാത്രമേ ഉള്ളൂ. എന്നാൽ അത് നിങ്ങൾക്ക് ബാക്കി 6 ടെൻസുകളില്ലേ, സിമ്പിൾ ടെൻസും പെർഫെക്റ്റ് ടെൻസും, അതിലെല്ലാം യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞ എക്സാമ്പിൾ ഐ ലവ് യു ആൻഡ് ഐ എം ലവിങ് യു. അപ്പൊ ഞാൻ പറഞ്ഞു ഐ ആം ലവിങ് എന്ന് പ്രസന്റ് കണ്ടിന്യൂസിൽ എഴുതരുത്. ഞാൻ അതിനെ എങ്ങോട്ട് മാറ്റി? സിമ്പിൾ പ്രസന്റിൽ മാറ്റി ഐ ലവ് യു എന്ന് എഴുതി. അപ്പൊ സഞ്ജയ്ക്ക് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് ഈ കണ്ടിന്യൂസിനെ, അതായത് സ്റ്റാറ്റീവ് വെർബ്സിനെ സിമ്പിൾ പ്രസന്റിൽ മാത്രമേ എഴുതാവോ എന്ന്. അങ്ങനെയല്ല,
പറഞ്ഞുതരാം. സ്റ്റാറ്റീവ് വേർബ്സ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ടെൻസിലൊഴികെ ബാക്കി എല്ലാ ടെൻസിലും മെൻഷൻ ചെയ്യാൻ പറ്റും. അതായത് സിമ്പിൾ പ്രസന്റിലാവാം, സിമ്പിൾ പാസ്റ്റിലാവാം, ഈവൺ പ്രസന്റ് പെർഫെക്റ്റ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് ആവാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവാം. പെർഫെക്റ്റുകളിലും സിമ്പിളുകളിലും എല്ലാം സ്റ്റാറ്റീവ് വേർബ്സ് യൂസ് ചെയ്യാം. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതിങ്ങനെയാണ്. സാധാരണഗതിയിൽ നിങ്ങളൊരു ചോദ്യം ശ്രദ്ധിച്ചോ, എല്ലാറ്റിനും ഡിഫറെൻറ്റ് കീവേഡുകൾ വരുമല്ലോ. കീവേഡുകളെ ബേസ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്താൽ പോകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ കീവേഡ് വന്നു. ഓക്കെ, കീവേഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെയാണ്. എന്നാൽ അവിടെ വെർബ് വരേണ്ടത് ING ഫോമിലാണ്. അത് നമുക്കറിയാം, കണ്ടിന്യൂസ് ടെൻസിൽ ING ഫോമിലാണല്ലോ. പക്ഷേ ഓപ്ഷനിലുള്ളതെല്ലാം സ്റ്റേറ്റീവ് വേർബ്സ് ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ING ഫോമിൽ? ഇല്ല. പക്ഷെ ചോദ്യം വായിച്ചപ്പോൾ കീവേഡ് നമുക്ക് എന്ത് മനസ്സിലായി? അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണെന്ന് മനസ്സിലായി. അപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ തൊട്ട് മുമ്പത്തെ ടെൻസിലോട്ട് മാറ്റി എഴുതുക. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് നിങ്ങൾക്ക് ചോദ്യം വന്നിരിക്കുന്നത്. പക്ഷെ സ്റ്റേറ്റീവ് വേർബ്സ് ആയതുകൊണ്ട് അവിടെ ING ചേർത്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെ ടെൻസിലോട്ട് മാറ്റിയത്. ദാറ്റ് മീൻസ് പ്രസന്റ് പെർഫെക്റ്റിലോട്ട് മാറ്റാം. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ കീവേഡ് വന്ന് സ്റ്റേറ്റീവ് വേർബ്സ് വന്നാൽ അതിനെ എങ്ങോട്ട് മാറ്റി എഴുതുക? പ്രസന്റ് പെർഫെക്റ്റിലോട്ട് മാറ്റി എഴുതുക. എന്നാൽ കഴിഞ്ഞ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ, പ്രസന്റ് കണ്ടിന്യൂസിലാണ് വന്നത് അല്ലെ. I am loving you എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസിലാണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ ആ ലവിങ് എന്ന സ്റ്റാറ്റീവ് ചേർക്കാൻ പറ്റാതെ ഞാൻ തൊട്ട് മുമ്പിൽ ടെൻസിലോട്ട് മാറ്റി. ഏതിലോട്ട് മാറ്റി എഴുതി? സിമ്പിൾ പ്രസന്റിലോട്ട്. ക്ലിയർ ആയോ ലോജിക്ക്? പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പ്രസന്റിലോട്ട് മാറ്റി എഴുതുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ കീവേഡ് ആണ് വന്നിരിക്കുന്നെങ്കിൽ അതിനെ ഏതിലോട്ട് മാറ്റി എഴുതുക? പ്രസന്റ് പെർഫെക്റ്റിലോട്ട് മാറ്റി എഴുതുക. ഇതേ ലോജിക്ക് ഉപയോഗിക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് ചോദ്യം വന്നു എന്ന് വിചാരിച്ചോ, അങ്ങനെയാണ് സ്റ്റേറ്റീവ് വേർബ് ആണ് അവിടെ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ അതിനെ നിങ്ങൾ തൊട്ട മുമ്പിലെ ടെൻസിലോട്ട് മാറ്റാം, പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റാം. ഫ്യൂച്ചർ കണ്ടിന്യൂസിലാണ് കീവേഡ് ഇരിക്കുന്നത്, പക്ഷെ അവിടെ സ്റ്റേറ്റീവ് വെർബ് ആണെങ്കിൽ നിങ്ങൾ ഏതിലോട്ട് മാറ്റി എഴുതുക? സിമ്പിൾ ഫ്യൂച്ചറിലോട്ട് മാറ്റി എഴുതുക. മനസ്സിലായോ? കണ്ടിന്യൂസിന്റെ തൊട്ട് മുമ്പ് നിൽക്കുന്ന ഒരു ടെൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ സിമ്പിൾ പ്രസന്റിന് താഴെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് വരുന്നത്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിൽ എഴുതാൻ പറ്റാത്തതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ പ്രസന്റിലോട്ട് മാറ്റാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലെ ഒരു സ്റ്റാറ്റീവ് വെർബ് ഓപ്ഷനിൽ വന്നു. അപ്പൊ നിങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് ഏതാത്? പ്രസന്റ് പെർഫെക്റ്റ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ചോദ്യം വന്നു, പക്ഷെ സ്റ്റാറ്റീവ് ആയതുകൊണ്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്താ? സിമ്പിൾ ഫ്യൂച്ചറിലോട്ട് മാറ്റി ചെയ്താ. മനസ്സിലായോ? അപ്പോൾ സിമ്പിളുകളിലും പെർഫെക്റ്റുകളിലും സ്റ്റേറ്റീവ്സ് യൂസ് ചെയ്യാം, കണ്ടിന്യൂസിൽ മാത്രം യൂസ് ചെയ്യരുത്. തൊട്ട് മുമ്പ് ഇരിക്കുന്ന ടെൻസിലോട്ടാണ് മാറ്റി എഴുതേണ്ടത്. പ്രസന്റ് കണ്ടിന്യൂസിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റാം, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ പ്രസന്റ് പെർഫെക്റ്റിലോട്ട് മാറ്റാം, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചറിലോട്ട് മാറ്റാം. അങ്ങനെ ഒരു സിമ്പിൾ ലോജിക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. സഞ്ജയുടെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മുടെ ഫ്രേസൽ വെർബിന്റെ 10ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. അതായത് 10 ഡേയ്സായി നമ്മൾ ഫ്രേസൽ വെർബുകൾ പഠിക്കും. ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ചില കുട്ടികളുടെ വിചാരമുണ്ട് അറിയുന്നവരോട് എഴുതി അയക്കൂ എന്നാണ് ടീച്ചർ പറയുന്നത്. ഒരിക്കലും അല്ല. അറിയാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിന് നിങ്ങൾ ആക്റ്റീവായിട്ട് വരേണ്ടത്. നിങ്ങൾ അറിയാത്ത ചോദ്യങ്ങളാണ് ഞാൻ തരണമെങ്കിൽ നോട്ട്ബുക്കിൽ അപ്പം തന്നെ എഴുതി വെച്ച് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് അത് എഴുതി പഠിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. പഠിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പം നിങ്ങൾക്കും എനിക്കും ഒരു എന്താ പറയുക, നിങ്ങൾ പാർട്ടിസിപ്പേഷൻ കൂടുതലുണ്ടാകുമ്പോൾ എനിക്കും കൂടുതൽ തരാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പഠിക്കാത്ത ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ തരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തോടു കൂടെ നമ്മുടെ ഫ്രേസൽ വെർബ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇഡിയംസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നലത്തെ ഫ്രേസൽ വെർബ്സിന്റെ ആൻസറും ആരൊക്കെയാണ് ആൻസർ അയച്ചു നമുക്ക് നോക്കണ്ടേ? ശരി, നോക്കാം. നമുക്ക് ഇന്നലെ ചോദ്യം തന്നത് ആദ്യം ലുക്ക് ആഫ്റ്റർ ആണ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, ടേക്ക് കെയർ ഓഫ്. രണ്ടാമത്തത് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ റിമൂവ്, മാറ്റുക, അല്ലെങ്കിൽ എയറോപ്ലെയിൻ റിമൂവ് ചെയ്യുക അല്ലെ, ടേക്ക് ഓഫ് ചെയ്തു എന്നൊക്കെ പറയാറില്ലേ, അതാണ് ടേക്ക് ഓഫ്. ഇനി ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ വെയിറ്റ്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ എന്നുള്ളത്, വെയിറ്റ്. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എക്സാമിൻ, പരിശോധിക്കുക, സൂക്ഷ്മമായി പരിശോധിക്കുക. പാസ് അവേ എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക, ഡൈ എന്നർത്ഥം. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ, ടേക്ക് ഓഫ്, റിമൂവ്, ഹോൾഡ് ഓൺ, വെയിറ്റ്, ലുക്ക് ഇൻ ടു, എക്സാമിൻ, പാസ് അവേ, ഡൈ. ഇതിന് ആൻസർ നന്ദിനി തന്നെയാണ് ആദ്യം എഴുതി അയച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ടോസ് എടുക്കുന്നില്ല, അവസാനത്തെ ഡേ ആയതുകൊണ്ട് ആദ്യം മുതൽ ആദ്യത്തെ ഫ്രേസൽ വെർബ് തുടങ്ങിയപ്പോൾ മുതൽ അവസാനത്തെ 10 ഡേയ്സ് കണ്ടിന്യൂ ആയി അയച്ച 3 ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ളവർ ചിലവർ ഒരെണ്ണം മിസ്സായി, 2 എണ്ണം മിസ്സായി, അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് കണ്ടിന്യൂ ആയി ആരയക്കുന്നോ അവരുടെ പേര് പറയാനാണ്. ഓക്കെ, അപ്പൊ ആ 3 ആൾക്കാർ, ഒരാള് സപിത ഫ്രം ചെന്നൈ, ആദ്യം മുതൽ അവസാനം വരെ സപിത അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സപിത. സെക്കൻഡ് വൺ സഞ്ജയ്, ആലപ്പുഴയിലെ സഞ്ജയ്ക്കും
താങ്ക് യു. മൂന്നാമത്തത് ദിനിൽ ഇടുക്കി. ഇവർ മൂന്നാളുമാണ് ആദ്യം മുതൽ അവസാനം വരെ ഒരു ഡേ പോലും സ്കിപ്പ് ചെയ്യാതെ ആൻസർ അയച്ചത്. ബാക്കിയുള്ളവരെ പേര് പറയാത്ത 1-2 ഡേയ്സ് ഒക്കെ സ്കിപ്പായി ഒരുപാട് ക്ലാസ് നീണ്ടു പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു വൊക്കാബുലറി പഠിക്കാൻ പോവുകയാണ്. ഇഡിയംസ്. ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ശൈലികൾ. ഓക്കെ, ഇഡിയംസ് ഞാൻ തരും. മലയാളത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ നമുക്ക് പച്ചക്കള്ളം എന്ന് പറയാറുണ്ട്, മുതലക്കണ്ണീർ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ഇഡിയംസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരു 5 ഇഡിയംസ് തരാം കേട്ടോ. ശ്രദ്ധിച്ച് എഴുതി വെച്ചോളൂ. എ ബ്ലാക്ക് ഷീപ്പ്. ഷിപ്പ് അല്ല കേട്ടോ, കപ്പലല്ല, ഷീപ്പ് ചെമ്മരിയാട്. എ ബ്ലാക്ക് ഷീപ്പ്. Second one, alpha and omega. Alpha and omega. Third one, apple pie order. Apple pie order. Fourth one, at a loss. At a loss. Last one, at sea. At sea. 5 എണ്ണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ, ഇത് നമ്പർ കുറയ്ക്കണോ, ഇഡിയംസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എണ്ണം കുറയ്ക്കണോ, അങ്ങനെ വല്ലതുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എല്ലാവരുടെ പേര് ഉൾപ്പെടുത്താത്തതിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ ടെൻസിന്റെ കണ്ടിന്യൂഷനുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.